ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതാണ്ട് തകർക്കേണ്ട ലക്ഷ്യങ്ങളെല്ലാം തകർത്ത് കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു തലത്തിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റിന്റെ ഉപാധികൾ അവർ ചിലപ്പോൾ ഭാഗികമായെങ്കിലും സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം അമേരിക്കയും ഇസ്രായേലും നടത്തുകയാണെങ്കിൽ എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അമേരിക്ക ആണ് മുന്നിൽ നിന്ന് ഈ യുദ്ധം നയിക്കുന്നതെന്നുള്ളൊരു പ്രതീതി മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ പരന്നിട്ടുണ്ട്. എന്നാൽ സത്യം അതല്ല. ഈ യുദ്ധം തുടങ്ങിയതും ഇതിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതും ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരിക്കലും അതിൻ്റെ അവകാശവാദങ്ങളുമായി മുന്നിൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് വന്നുപെട്ടതാണ്. ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു ചെവിക്ക് പിടിച്ച് ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് ഈ യുദ്ധം. കാരണം ഇറാൻ എന്ന ഭീകരരാഷ്ട്രം എന്ന് തന്നെ വിളിക്കണം, അതൊരു ആണവശക്തിയായി വളർന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ അതൊരു ഭീഷണിയാണ്. ആ അത്തരത്തിലുള്ള ഭീഷണികൾ ഇസ്രായേൽ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാറില്ല. അതവരുടെ ശീലവുമല്ല. കാരണം അടിക്കാൻ കൈവെക്കുന്നതിന് മുമ്പ് കൈയും കാലും തലയും മൂക്കും എല്ലാം വെട്ടി താഴെ ഇടുക എന്നുള്ളതാണ് ജൂതൻ്റെ നയം. ഇനി അഥവാ അബദ്ധത്തിലൊരു അടി വീണാൽ അടിച്ചവൻ്റെ ശരീരം ഈ പറഞ്ഞതുപോലെ ഛിന്നഭിന്നമാക്കുക മാത്രമല്ല, അവൻ്റെ 7 തലമുറ ഇനി ആരെയെങ്കിലും അടിക്കാൻ പോകുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കുന്ന തരത്തിലുള്ള പ്രതിക്രിയകൾ ചെയ്യുന്നതാണ് ആ ജൂതരാഷ്ട്രത്തിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ആത്യന്തികമായ തീരുമാനം ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും. ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു, ഞാൻ 15ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചിരുന്നു, ഞാൻ യുദ്ധം അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നെതന്യാഹു ഇറങ്ങി ഓടിയനെ, ചിലപ്പോൾ നരേന്ദ്രമോദി ഇറങ്ങി കൂടെ ഓടിയനെ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിന് വലിയ കാര്യമൊന്നുമില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇത്രത്തോളം ഒരു നിർഗുണനായിപ്പോയൊരു മറ്റൊരു സന്ദർഭം ഈവൻ എന്താ പറയുക, ഒരുപക്ഷെ അത്രയൊന്നും മാനസിക നില ശരിയല്ലാതിരുന്ന, അതായത് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ താൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിൽ വൈറ്റ് ഹൗസിൽ അമേരിക്കയെ ഭരിച്ചിരുന്ന ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും ഒരു അപ്രസക്തമായ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിരുന്നില്ല. പ്രസക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ട്രംപ് പല എന്താ പറയുക വേഷം കെട്ടുകളും തലകുത്തിമറിയലും വാഗ്ധോരണികൾ കൊണ്ടുള്ള വാൾപ്പയറ്റുകളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ലോകരാഷ്ട്രങ്ങളിൽ കാര്യമറിയാവുന്നവർക്ക്, അതിപ്പോൾ നെതന്യാഹു ആകട്ടെ, വ്ളാഡിമിർ പുടിൻ ആകട്ടെ, നരേന്ദ്രമോദി ആകട്ടെ, ഇവർക്കൊക്കെ അറിയാം ട്രംപിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല.